ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ നഗറ്റ്സ് ആണ്. ഇത് നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയായിരിക്കും. ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഇതിന്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, അതോടൊപ്പം ഉൾഭാഗം നല്ല ജ്യൂസി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ചിക്കൻ നഗറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ആയിരിക്കും കൂടുതൽ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബോൺലെസ് പീസ് ഉപയോഗിക്കാം. ബ്രസ്റ്റ് പീസ് ആകുമ്പോൾ ചിക്കൻ നഗറ്റ്സ് നല്ല ജ്യൂസി ആയിട്ടിരിക്കും. കാരണം ബ്രസ്റ്റ് പീസ് നല്ല ടെൻഡർ ആണല്ലോ. ഇത് നമുക്കിനി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ എങ്ങനെ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചെറുതായാൽ മതി. ഇത് മതി, ഇതിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. 5 സ്ലൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ സൈഡ്സ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ സ്ലൈസിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരാം. കാരണം തിക്നെസ് ഒക്കെ വ്യത്യാസമായിരിക്കുമല്ലോ, അതുപോലെ തന്നെ വലിപ്പവും. ഇതിനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സെയിം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങളില്ലേ, ബോൺലെസ് പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 പച്ചമുളകാണ് കേട്ടോ. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, അല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ അളവൊന്നും കൂടിപ്പോരുത് കേട്ടോ. ഇഞ്ചി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അളവ് വേണ്ട. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ച് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിക്കുന്നത്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ വിനാഗിരി ആയിരിക്കും കുറച്ചും കൂടി നല്ലത് ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒഴിക്കുന്നത് ഡാർക്ക് സോയാ സോസാണ് കേട്ടോ. 2 ടീസ്പൂണാണ് ഞാൻ ഒഴിക്കുന്നത്. ലൈറ്റ് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം സോയാ സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാതെ ഓവറായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. ഇത് ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ മതി. ഒരുപാട് ഓവറായിട്ട് അരച്ചെടുത്താലും ഇത് നന്നാവില്ല. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 5 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു പ്ലേറ്റിലെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് മുക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയിൽ നിന്ന് കുറച്ചെടുക്കാം. ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പോർഷൻ തന്നെ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ചിക്കൻ നഗറ്റ്സ് എന്ന് പറയുമ്പോൾ സാധാരണ ചെറുത് തന്നെ ആയിരിക്കുമല്ലോ. ഒരുപാട് തിക്കായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് തിന്നായിട്ടുമല്ല. ഇത് നമുക്ക് ചിക്കൻ നഗറ്റ്സിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കാം. ഇത് നമുക്ക് ഈ മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത് ചിക്കൻ നഗറ്റ്സ്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് എഗ്ഗിൻ്റെ മിക്സിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മളിത് എഗ്ഗിൻ്റെ മിക്സിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസിൽ ഇട്ടതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് അതിനേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ചെറുതായിട്ടാണ് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാവുക. ഞാൻ പിന്നെ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വലുതായിട്ട് എടുത്തതാണ്. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ.
ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിക്കണത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണ ചൂടാവേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇത് ഓരോന്നും ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈയൊക്കെ ഓയിലിൽ മുങ്ങി പോവാതെ. ഇതിൻ്റെ 2 ഭാഗവും നല്ല ഗോൾഡൻ ഷെയ്ഡായിട്ട് വരണം. അതുവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാൻ ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. കണ്ടില്ല, ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വീർത്ത് വരുന്നുണ്ട്. ഇപ്പോൾ 2 ഭാഗവും ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുള്ളത് നമുക്ക് കോരി മാറ്റാം. ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, ഇത് നന്നായിട്ട് തന്നെ ബബിൾസ് പോലെ വരുന്നുണ്ട്. നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തിരിക്കുന്ന കാരണമാണ്. ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ഉൾഭാഗം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതിലെല്ലാ ടേസ്റ്റുകളും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നണത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതും 2 ഭാഗവും ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ വീർത്ത് വരും. പിന്നെ ഇത് ബോൺലെസ് ചിക്കൻ ആയ കാരണം അത്രയ്ക്ക് കുക്കിംഗ് ടൈമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. പിന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ നഗറ്റ്സും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് എല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ മയോണൈസ്, രണ്ടായാലും നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.